2013 സെപ്റ്റംബർ 21 സ്പെയിനിലെ സാന്റിയാഗോ എന്നൊരു സ്ഥലത്ത് രാത്രി ഒരു 9 മണിയായപ്പോൾ അവിടെയുള്ള ഒരു വീട്ടിലേക്ക് ഒരു പ്രീമിയം കാർ വന്നു നിൽക്കുന്നു. കാറിന്റെ ഡോർ തുറന്ന് 49 വയസ്സുള്ള റൊസാരിയോ പോർട്ടോ എന്ന സ്ത്രീ പുറത്തേക്ക് വരുന്നു. വീടിന്റെ വാതിൽക്കൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ഏറെ നേരത്തിന് ശേഷവും ഡോർ തുറക്കാത്തത് കണ്ട് ഡോറിന്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ ഡോർ തുറന്നു പോവുകയും ചെയ്യുന്നു. ഡോർ ആരും കുറ്റിയിടാത്തത് കണ്ട് ചെറിയൊരു ഞെട്ടലോടെ അസുന്ത എന്ന തന്റെ മകളെ വിളിച്ചുകൊണ്ട് റൊസാരിയോ പോർട്ടോ അകത്തേക്ക് കയറി ചെല്ലുന്നു. പക്ഷേ നിമിഷങ്ങൾക്കകം തന്നെ തന്റെ 12 വയസ്സുള്ള മകളെ വീട്ടിൽ കാണുന്നില്ല എന്ന് കണ്ട് അവൾ ഭയന്ന് അയൽക്കാരെയും അസുന്റയുടെ സുഹൃത്തുക്കളെയും വിളിച്ച് അന്വേഷിക്കുവാൻ തുടങ്ങി, തന്റെ മകൾ അവിടെയെങ്ങാനും ഉണ്ടോ എന്നറിയുവാനായിട്ട്. എന്നാൽ അവർ അസുന്ത ഇവിടെ വന്നിട്ടില്ല എന്ന് അവളോട് പറയുന്നു. ഇത് കേട്ടയുടൻ അവൾ 53 വയസ്സുകാരനായ തന്റെ ഭർത്താവും അസുന്റയുടെ പിതാവുമായ അൽഫോൺസയെ വിളിക്കുന്നു. അൽഫോൺസയോട് അവൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കാര്യങ്ങൾ കേട്ടയുടൻ പാനിക്കായി അൽഫോൺസോ വീട്ടിലെത്തുകയും അവർ രണ്ടുപേരും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യുന്നു, തന്റെ മകളെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവരുടെ കംപ്ലൈന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ശേഷം അസുന്റയ്ക്ക് വേണ്ടിയുള്ള സെർച്ച് ആരംഭിക്കുന്നു. സെർച്ച് ആരംഭിച്ച് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അവർക്കൊരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിൽ എന്താണ് പറഞ്ഞത്? 13 വയസ്സുള്ള അസുന്ത എന്ന പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന വിചിത്രവും വ്യത്യസ്തവുമായ ഈ കേസിന്റെ വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അൽഫോൺസോ സ്പെയിനിൽ ഒരു ജേർണലിസ്റ്റായി വർക്ക് ചെയ്യുകയും റൊസാരിയോ പോർട്ടോ സ്പെയിനിൽ തന്നെ ഒരു ലോയറായി പ്രാക്ടീസ് ചെയ്തു വരികയും ആയിരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയും 1996 ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. റൊസാരിയോ പോർട്ടോ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയായതിനാൽ അവളുടെ പാരന്റ്സ് നൽകിയ വലിയൊരു വീട്ടിലാണ് റൊസാരിയോയും അൽഫോൺസോയും താമസിച്ചിരുന്നത്. സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നുവെങ്കിലും റൊസാരിയോയ്ക്കും അൽഫോൺസോയ്ക്കും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാരണം റൊസാരിയോ പോർട്ടോയ്ക്ക് ഒരു അസുഖം ബാധിച്ച് അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ഇതിനാൽ അവർ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ സ്പെയിനിൽ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായതിനാൽ അവർ ചൈനയിൽ നിന്ന് ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യുവാനായിട്ട് തീരുമാനിക്കുന്നു. അതിനായി ചൈനയിലെ ഒരു അഡോപ്ഷൻ സെന്ററിൽ ചെല്ലുകയും ഫാങ് യങ് എന്ന 9 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ 2001 ജൂലൈ മാസം അവർ തന്റെ മകളായി ദത്തെടുക്കുകയും ചെയ്യുന്നു. അവൾക്ക് അവർ അസുന്റ ബറിസ്റ്റ എന്ന് പേരിടുകയും ചെയ്യുന്നു. അൽഫോൺസോയും റൊസാരിയോയും അവൾക്ക് വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്യുകയും അവളെ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ചേർക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ സ്വന്തം മകളെ പോലെ അവർ അവളെ വളർത്തുന്നു. അതേപോലെ തന്നെ അസുന്റ തൻ്റെ ക്ലാസ്സുകളിൽ മാത്രമല്ല മ്യൂസിക്കിലും ഡാൻസിലും എല്ലാം ഒരു മികച്ച വിദ്യാർത്ഥിയായിരുന്നു. അസുന്റയ്ക്ക് തൻ്റെ ഗ്രാൻഡ് പാരൻസിനെയും വളരെയധികം ഇഷ്ടമായിരുന്നു. കുട്ടികൾ ജനിക്കാതിരുന്ന റൊസാരിയോയ്ക്ക് കിട്ടിയ വളരെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് റൊസാരിയോയുടെ മാതാപിതാക്കൾ അസുന്റയെ കണ്ടിരുന്നത്. അതിനാൽ തന്നെ അവളോട് അവർക്ക് വളരെ വലിയ സ്നേഹമായിരുന്നു. പക്ഷേ അസുന്റയുടെ ഈ ഗ്രാൻഡ് പാരൻസ് 2011-12 വർഷങ്ങളിൽ അടുത്തടുത്ത് മരണപ്പെടുന്നു. ഇതിനാൽ അസുന്റ വളരെയധികം സങ്കടപ്പെട്ടിരുന്ന നാളുകളായിരുന്നു അത്. എന്നാൽ ഒരു വിഷമത്തിന് മുകളിൽ മറ്റൊരു വിഷമം എന്നതുപോലെ അസുന്റയുടെ അമ്മയുടെ ലാപ്ടോപ്പിൽ നിന്ന് മറ്റൊരു പുരുഷനുമായിട്ടുള്ള അവിഹിതം അസുന്റയുടെ പിതാവ് കാണാനിടയാവുകയും അവർ തമ്മിൽ വഴക്കാകുകയും പിന്നീട് അത് ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ വിഷമങ്ങളുടെ ഇടയിൽ അസുന്റയ്ക്ക് കിട്ടിയ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഡിവോഴ്സിന് ശേഷം അസുന്റയുടെ മാതാപിതാക്കൾ തൊട്ടടുത്ത് തന്നെയുള്ള 2 വീടുകളിലായാണ് താമസിച്ചിരുന്നത്. അതായത് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ആ 2 വീടുകൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അസുന്റ തൻ്റെ അമ്മയുടെ കൂടെയാണ് നിന്നിരുന്നതെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ചെന്ന് പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അസുന്റയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യേണ്ടി വരുന്നു. ഇതേ സമയം അസുന്റ തൻ്റെ പിതാവിനോട് അമ്മയെ ഒരുമിച്ച് നമുക്ക് നോക്കണം എന്ന് പറയുകയും അതനുസരിച്ച് അസുന്റയുടെ അപ്പൻ എപ്പോഴും ഹോസ്പിറ്റലിൽ റൊസാരിയോയെ കാണാൻ വന്നു തുടങ്ങി. എന്നാൽ ഇതേ സമയം റൊസാരിയോയ്ക്ക് ഉണ്ടായിരുന്ന അവിഹിത ബന്ധത്തിലെ പുരുഷൻ റൊസാരിയോയെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുകയോ വന്നു കാണുകയോ ഒന്നും ചെയ്തില്ല. ഈ സമയം റൊസാരിയോയ്ക്ക് കുറ്റബോധം ഉണ്ടാവുകയും റൊസാരിയോയുടെ മനസ്സ് മാറാനും തുടങ്ങി. അൽഫോൺസോയോട് റൊസാരിയോ മാപ്പ് പറയുകയും ഇതേ തുടർന്ന് അൽഫോൺസോ റൊസാരിയോയോട് പഴയതുപോലെ പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് അസുന്റ വളരെയധികം സന്തോഷവതിയാവുകയും അവരുടെ ലൈഫ് വീണ്ടും പഴയതുപോലെ സന്തോഷത്തിലാവുമല്ലോ എന്ന് ചിന്തിക്കാൻ ആരംഭിക്കുകയും തുടങ്ങി. എന്നാൽ അസുന്റയുടെ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് പെട്ടെന്ന് അസുന്റയെ കാണാതെ ആവുന്നത്. അസുന്റയെ കാണുവാനില്ല എന്ന് അസുന്റയുടെ പാരൻസ് കംപ്ലൈന്റ് കൊടുത്ത് ഏതാനും നിമിഷങ്ങൾക്കകം
സാന്റിയാഗോയിലെ ഒരു മലയോര റോഡിലൂടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു കപ്പിൾ റോഡിന്റെ സൈഡിൽ പുല്ലുകൾക്കിടയിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അവർ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിത്തരിക്കുകയും ചെയ്യുന്നു. കയറുകളാൽ കെട്ടപ്പെട്ട നിലയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ കിടക്കുന്നു, മൂക്കിൽ നിന്ന് രക്തം വാറുന്ന അവസ്ഥയിൽ. ഉടൻ തന്നെ അവർ ഇത് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു പറയുകയും എമർജൻസി കൺട്രോൾ റൂമിൽ നിന്ന് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കേസിന്റെ തുടക്കത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഫോൺ കോൾ ഇതായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തേക്ക് ചെല്ലുകയും ഡെഡ് ബോഡി അസുൻഡയുടെ ആണെന്നത് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. ഈ വിഷയം അറിഞ്ഞ് അവിടെ എത്തിയ അസുൻഡയുടെ മാതാപിതാക്കൾ ഹൃദയം തകർന്ന് കരയുവാൻ തുടങ്ങി. ഈ സമയം അസുൻഡയുടെ മരണം മീഡിയകളിലെല്ലാം വലിയ വാർത്തയായി മാറുന്നു. അസുൻഡ ചൈനയിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട ഒരു പെൺകുട്ടിയായതിനാൽ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ സ്പെയിൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തുവാൻ തുടങ്ങി, കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട്. അതിനാൽ പോലീസും വളരെ വേഗം ഈ കേസ് അന്വേഷണം ആരംഭിക്കുന്നു. തുടക്കത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അസുൻഡയുടെ അമ്മയായ റൊസാരിയോ ചോദ്യം ചെയ്യുകയും അവർ പറഞ്ഞതെന്തെന്നാൽ, അസുൻഡയെ കാണാതായ ദിവസം അസുൻഡ പിതാവിൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വൈകുന്നേരമാണ് അസുൻഡ തിരിച്ച് തൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ അവൾ അസുൻഡയോട്, എന്നാൽ നീ വീട്ടിൽ ഹോംവർക്കൊക്കെ ചെയ്തിരിക്കൂ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നീ കതകടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സന്ധ്യ ഒരു 7 മണിയോടെ തൻ്റെ കാർ എടുത്ത് സിറ്റിയിൽ തന്നെയുള്ള തൻ്റെ മറ്റൊരു വീട്ടിലേക്ക് അവൾ പോയി. പുറത്തുപോയ താൻ ഒരു 9:30 വീട്ടിൽ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് അസുൻഡയെ കാണുവാനില്ല എന്ന വിവരം താൻ മനസ്സിലാക്കിയത് എന്ന് അസുൻഡയുടെ അമ്മ പോലീസുകാരോട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് അവളോട് ചോദിച്ചു. അപ്പോൾ അസുൻഡയുടെ അമ്മ അതെ, തനിക്ക് ഒരാളെ സംശയമുണ്ടെന്ന് പറയുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അസുൻഡ മരിക്കുന്നതിന് ഒരു 3 മാസം മുമ്പ്, അതായത് ജൂൺ 4, 2013, സമയം വെളുപ്പിനെ ഒരു 2:30 ആയിട്ടുണ്ട്. ഉറങ്ങുകയായിരുന്ന റൊസാരിയോ ഒരനക്കം കേട്ട് ഉണരുകയും ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കിയപ്പോൾ അത് അസുൻഡയുടെ റൂമിൽ നിന്നാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ എഴുന്നേറ്റ് അസുൻഡയുടെ റൂമിന്റെ വാതിൽ തുറന്ന് ഇരുട്ടായി കിടക്കുന്ന അവളുടെ റൂമിലേക്ക് നോക്കിയപ്പോൾ ബെഡിൽ കിടക്കുന്ന അസുൻഡയുടെ മുകളിൽ ഒരു അപരിചിതൻ കയറിയിരുന്ന് അവളുടെ കഴുത്ത് ഞെരിക്കുന്നതാണ് അവൾ കണ്ടത്. ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അസുൻഡയുടെ അനക്കമാണ് താൻ കേട്ടത് എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവൾ ഓടിച്ചെന്ന് അസുൻഡയുടെ മുകളിലിരുന്ന അയാളെ തള്ളി കട്ടിൽ നിന്ന് താഴേക്കിടുകയും പെട്ടെന്ന് തന്നെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ആ വ്യക്തിയുടെ കയ്യിൽ കയറി പിടിച്ച് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് അതൊരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായത്. എന്നാൽ അയാൾ അവളുടെ കൈ തട്ടിമാറ്റി വീടിന്റെ മെയിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. അപ്പോഴാണ് താൻ മെയിൻ ഡോർ അടയ്ക്കാതെ താക്കോൽ അവിടെ തന്നെ വെച്ചാണ് ഉറങ്ങാൻ പോയത് എന്ന് അവൾക്ക് മനസ്സിലായത്. തിരിച്ച് അസുൻഡയുടെ റൂമിൽ വന്ന് അസുൻഡയെ നോക്കിയപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കാണുകയും തന്റെ അശ്രദ്ധ കാരണവുമാണല്ലോ ഇത് സംഭവിച്ചതെന്ന് ഓർത്ത് പോലീസിനോട് ഇത് അന്ന് റിപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല ഇരുട്ടത്ത് ആ വന്നയാളുടെ മുഖം മര്യാദയ്ക്ക് കാണാൻ സാധിക്കാത്തതിനാൽ അയാളെ ഇനി എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്നും അവൾ പോലീസിനോട് പറഞ്ഞു. ഇപ്പോൾ പോലീസ് അസുൻഡയെ കാണാതായ ആ ദിവസത്തെ പരിസര പ്രദേശങ്ങളിലെ CCTV ഫുട്ടേജുകൾ പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിൽ നിന്നാണ് പോലീസ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അതായത് അസുൻഡയെ കാണാതായ വൈകുന്നേരം ഏകദേശം 6:30 അസുൻഡയും അസുൻഡയുടെ അമ്മയും കാറിൽ മറ്റൊരു സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്നത് സമീപ പ്രദേശത്തുള്ള ഒരു പെട്രോൾ പമ്പിലെ CCTV ഫുട്ടേജിൽ നിന്ന് പോലീസിന് കണ്ടുകിട്ടുന്നു. ഇത് കണ്ട പോലീസ് അസുൻഡയുടെ അമ്മ അന്നു വൈകുന്നേരം അസുൻഡയെ വീട്ടിലാക്കിയിട്ടാണ് അടുത്തുള്ള സിറ്റിയിലേക്ക് താൻ പോയത് എന്ന സ്റ്റേറ്റ്മെന്റിന് നേരെ വിപരീതമായ കാര്യത്തിന്റെ തെളിവ് ലഭിച്ചതിനാൽ അവളോട് പോലീസ് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും എന്നാൽ ഇപ്പോൾ അസുൻഡയുടെ അമ്മ നേരത്തെ പറഞ്ഞ സമയവും ടൈം ലൈനിലും ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ആദ്യം താൻ അസുൻഡയും കൂട്ടിയാണ് പുറത്തേക്ക് പോയത്. എന്നാൽ പോകുന്ന വഴി തനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് അസുൻഡ തന്നോട് പറയുകയും അതിനാൽ അസുൻഡയെ വേഗം വീട്ടിൽ തിരിച്ചുകൊണ്ടുവന്നാക്കുകയും അസുൻഡയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് വേണ്ട കുറച്ച് ഐറ്റം വാങ്ങിക്കുവാനായിട്ട് താൻ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് പോയെന്നും ഷോപ്പിൽ ചെന്നപ്പോഴാണ് തന്റെ പേഴ്സ് സിറ്റിയിലെ മറ്റേ വീട്ടിലിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ആ വീട്ടിലേക്ക് ചെന്ന് പേഴ്സ് എടുത്ത് വൈകിയതിനാൽ ഷോപ്പിൽ കയറാതെ തന്റെ സാന്റിയാഗോയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. വീട്ടിലെത്തിയപ്പോഴാണ് അസുൻഡയെ കാണുവാനില്ല എന്നത് തനിക്ക് മനസ്സിലായത് എന്നും റൊസാരിയോ പോലീസിനോട് പറഞ്ഞു. മാത്രമല്ല താനൊരു അസുഖബാധിതയായതിനാൽ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഓർമ്മയില്ലാതെ മാറ്റി പറഞ്ഞു പോയതാണ് എന്ന് അവൾ പോലീസിനോട് പറയുന്നു.
ഇത് കേട്ട പോലീസിന് അസുൻഡയുടെ അമ്മ എന്തോ മറച്ചുവെച്ച് സംസാരിക്കുന്നത് പോലെ ഒരു സംശയം തോന്നിയിട്ട് സാന്റിയാഗോയിലുള്ള 30ഓളം CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. ആ പരിശോധനയിലെങ്ങും അസുൻഡയുടെ അമ്മ പറഞ്ഞതുപോലെയുള്ള വിഷ്വൽസ് പോലീസിന് കാണുവാൻ സാധിച്ചില്ല. അതിനാൽ അസുൻഡയുടെ അമ്മയെയും കൂട്ടി സിറ്റിയിലുള്ള അവരുടെ രണ്ടാമത്തെ വീട്ടിലേക്ക് പോലീസ് ചെല്ലുകയും ഇതൊരു ക്രൈം സീൻ ആയതിനാൽ ഒന്നിലും തുടരുത് എന്ന് പോലീസ് പറഞ്ഞിട്ട് അവിടെ പരിശോധന ആരംഭിക്കുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ തനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം, വാഷ്റൂമിൽ പോകണം എന്ന് പോലീസിനോട് പറയുകയും പോലീസ് ആദ്യം ഓക്കെ പൊയ്ക്കോളൂ എന്ന് പറയുകയും ബാത്റൂമിലേക്ക് അവൾ കയറാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പോലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി പരിശോധിക്കുന്നു. പരിശോധനയിൽ ബാത്റൂമിന്റെ സൈഡിൽ ടോയ്ലറ്റ് പേപ്പറുകൾ വേസ്റ്റും മറ്റും ഇടുന്ന ബാസ്ക്കറ്റിൽ ഒരു ഓറഞ്ച് കയർ കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതേ കയർ തന്നെയാണ് അസുൻഡയുടെ ഡെഡ് ബോഡിയിലും കണ്ടത് എന്നും പോലീസിന് അപ്പോൾ മനസ്സിലായി. ഇതേക്കുറിച്ച് അസുൻഡയുടെ അമ്മയോട് പോലീസ് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ല എന്ന് അസുൻഡയുടെ അമ്മ മറുപടി പറയുകയും ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുകയും ചെയ്തു. സ്വന്തം വീട്ടിൽ ഉള്ള ഒരു വസ്തു അവിടെ എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്ന അസുൻഡയുടെ അമ്മയുടെ മൊഴി പോലീസ് വിശ്വസിച്ചില്ല. സെപ്റ്റംബർ 24-ന് അസുൻഡയെ കൊന്ന കുറ്റത്തിന് റൊസാരിയോയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ അസുൻഡയുടെ അപ്പനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് കാരണം അസുൻഡയും അസുൻഡയുടെ അമ്മയും സിറ്റിയിലെ അവരുടെ രണ്ടാമത്തെ വീട്ടിലേക്ക് പോയി അരമണിക്കൂറിന് ശേഷം അസുൻഡയുടെ അപ്പൻ ഒരു കോൾ ടാക്സി പിടിച്ച് ആ വീട്ടിലേക്ക് പോകുന്ന CCTV ഫുട്ടേജ് പോലീസിന് ലഭിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം അവർ രണ്ടുപേരും കാറിൽ തിരിച്ചു വരുന്ന CCTV ഫുട്ടേജും പോലീസിന് ലഭിക്കുന്നു. എന്നാൽ അവരുടെ ഒപ്പം അസുൻഡ ഉണ്ടായിരുന്നില്ല. ഈ തെളിവ് വെച്ചാണ് പോലീസ് അസുൻഡയുടെ പിതാവിനെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒക്കെയും അസുൻഡയുടെ മരണവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് കേസിൽ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അതായത് അസുൻഡയുടെ ടീഷർട്ടിൽ ഹ്യൂമൻ സ്പേം ഒട്ടിയിരിക്കുന്നത് ഫോറൻസിക് പോലീസിന് റിപ്പോർട്ട് നൽകുന്നത്. പോലീസ് ഓൾറെഡി അസുൻഡയുടെ പിതാവിന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഏഷ്യൻ പെൺകുട്ടികളുടെ നീലചിത്രവും വീഡിയോസും കണ്ടെടുത്തിരുന്നു. അസുൻഡ ഒരു ഏഷ്യൻ പെൺകുട്ടി കൂടിയായതിനാൽ അസുൻഡയുടെ ടീഷർട്ടിൽ നിന്ന് കിട്ടിയ സ്പേം പിതാവിന്റെ ആണോ എന്നറിയുവാനായിട്ട് ലാബിലേക്ക് അയക്കുന്നു. എന്നാൽ പോലീസ് വിചാരിച്ചതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിസൾട്ട് നെഗറ്റീവായി വരുന്നു. ആ സ്പേം പിതാവിന്റെ അല്ല എന്ന് റിസൾട്ടിൽ വരുന്നു. അതാരുമായി മാച്ച് ആകും എന്നറിയുവാനായിട്ട് DNA ഡാറ്റാബേസിൽ അത് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കൊളംബിയൻ യുവാവിന്റെ DNAയുമായി അസുൻഡയുടെ ടീഷർട്ടിൽ കണ്ട സ്പേം പെർഫെക്റ്റായി മാച്ച് ചെയ്യുന്നു. പോലീസ് ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ചോദ്യം ചെയ്യലിൽ ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് ആളുമാറിയതാണെന്നും ഈ ക്രൈം നടക്കുന്ന സമയം താൻ സാന്റിയാഗോയിൽ ഇല്ല എന്നും 600 കിലോമീറ്റർ അപ്പുറം മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്നും അവിടെ തന്റെ സഹോദരിക്കും ഗേൾഫ്രണ്ടിനുമൊപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അതിന്റെ ബില്ലും റെസിപ്റ്റും മറ്റും പോലീസിനെ കാണിക്കുന്നു. ആ ഡിന്നറിനിടയ്ക്ക് എടുത്ത ഫോട്ടോസും മറ്റും പോലീസിനെ ആ ചെറുപ്പക്കാരൻ കാണിക്കുന്നു. ഈ ചെറുപ്പക്കാരന്റെ ഗേൾഫ്രണ്ടിനെയും സഹോദരിയെയും പോലീസ് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് സത്യമാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു. പക്ഷേ അപ്പോൾ എങ്ങനെ അസുൻഡയുടെ ടീഷർട്ടിൽ ഈ കൊളംബിയൻ ചെറുപ്പക്കാരന്റെ DNA വന്നു എന്ന് പോലീസ് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അസുൻഡയെ പരിശോധിച്ച ഫോറൻസിക് റൂമിൽ നിന്ന് ഒരു ഉപയോഗിച്ച കോണ്ടം പോലീസ് കണ്ടെത്തുകയും അതിൽ നിന്നുള്ള DNA ഈ കൊളംബിയൻ യുവാവിന്റെയാണ് എന്നുള്ളതും പോലീസിന് മനസ്സിലായി. അപ്പോൾ ആരോ മനഃപൂർവ്വം ഈ കൊളംബിയൻ യുവാവിനെ ഫ്രെയിം ചെയ്യുവാനായിട്ട് ആ യുവാവ് ഉപയോഗിച്ച ഒരു കോണ്ടം അവൻ പോലും അറിയാതെ എടുത്തുകൊണ്ടുവന്ന് ഇതെല്ലാം മറ്റാരോ പ്ലാൻ ചെയ്തതാണ് എന്ന് പോലീസ് നിഗമനത്തിലെത്തുന്നു. പക്ഷേ ഒരുപാട് അന്വേഷണത്തിനൊടുവിലും അതാരാണ് ചെയ്തതെന്ന് പോലീസിന് കണ്ടെത്താനായില്ല. അസുൻഡയുടെ അമ്മ ഒരു ലോയർ കൂടിയായതിനാൽ ചിലപ്പോൾ അവളായിരിക്കും ഇതെല്ലാം പ്ലാൻ ചെയ്തത് എന്ന് പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. പോലീസ് ഇങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് അസുൻഡയുടെ സ്കൂളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. അസുൻഡ തൻ്റെ സ്കൂളിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് തന്നെ ജൂൺ മാസം ആരോ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറയുന്നു. ഈ സുഹൃത്ത് തൻ്റെ അമ്മയോട് ഇതിനെക്കുറിച്ച് പറയുകയും ആ സുഹൃത്തിൻ്റെ അമ്മ അസുൻഡയുടെ അമ്മയെ കോണ്ടാക്ട് ചെയ്യുകയും അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് പോലീസിനോട് കംപ്ലൈൻറ്റ് കൊടുക്കുവാനും പറയുന്നു. അപ്പോൾ റൊസാരിയോ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നും അവരോട് പറയുന്നു. ഇപ്പോൾ ആദ്യം അസുൻഡയുടെ അമ്മ അസുൻഡയെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് സത്യമാണല്ലോ എന്ന് നമുക്ക് കരുതാം. എന്നാൽ പോലീസ് ചിന്തിച്ചത് മറ്റൊരു വഴിക്കാണ്. അസുൻഡയുടെ സുഹൃത്തിന്റെ അമ്മയോട് തന്റെ മകളായ അസുൻഡയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ച് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരിക്കും പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ മുഴുവൻ വെച്ച് നോക്കുമ്പോൾ അന്ന് രാത്രി അസുൻഡയെ കൊല്ലാൻ ശ്രമിച്ചത് മറ്റാരുമല്ല, അത് അസുൻഡയുടെ അമ്മയായ റൊസാരിയോ തന്നെയാണ് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുന്നു.
അസുൻഡയുടെ അമ്മയായ റൊസാരിയോ അസുൻഡയോട് കുറച്ചു നാളുകളായിട്ട് അധികം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ട് അസുൻഡ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് കണ്ടു എന്ന് അവളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള പല കുട്ടികളും പോലീസിനോട് പറയുന്നു. ഇതിനെല്ലാം മുകളിൽ അസുൻഡ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എപ്പോഴും ഉറക്കം തൂങ്ങി ക്ലാസ്സിലിരിക്കുന്ന അസുൻഡയെ കണ്ടതായി ടീച്ചർ പറയുകയും അതിനെക്കുറിച്ച് അസുൻഡയോട് അസുൻഡ എന്താണ് അടുത്ത ദിവസങ്ങളിലായി എപ്പോഴും ഉറക്കം തൂങ്ങി ക്ലാസ്സിലിരിക്കുന്നതെന്ന് ടീച്ചേഴ്സ് അസുൻഡയോട് ചോദിക്കുകയും അതിനു മറുപടിയായി അസുൻഡ തന്റെ അമ്മയായ റൊസാരിയോ എനിക്ക് അലർജിയൊന്നും വരാതിരിക്കുവാനായിട്ട് വളരെ മോശം സ്മെല്ലുള്ള ഒരു വെളുത്ത പൊടി തനിക്ക് തരുന്നുണ്ട്, അത് കഴിച്ചതിന് ശേഷം എനിക്ക് എപ്പോഴും ഉറക്കം വരികയാണ് എന്ന് ടീച്ചേഴ്സിനോട് അവൾ പറഞ്ഞതായിട്ടും പോലീസിനോട് ടീച്ചേഴ്സ് റിപ്പോർട്ട് കൊടുക്കുന്നു. അസുൻഡയുടെ ടീച്ചേഴ്സിന്റെ ഈ മൊഴിയിൽ നിന്ന് പോലീസിന് മറ്റൊരു കാര്യവും സ്ട്രൈക്ക് ആവുന്നു. അസുൻഡയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരണകാരണമായി പറഞ്ഞിരുന്നത് പെയിൻ കില്ലറായ ലോറോസോപാം എന്ന മരുന്നിന്റെ അധികമായ ഉപയോഗം കാരണം ശ്വാസം മുട്ടിയാണ് അസുൻഡ മരണപ്പെട്ടത് എന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ട് പോലീസിന് സ്ട്രൈക്ക് ആവുന്നത്. ആ ടാബ്ലറ്റുകൾ അസുൻഡയുടെ അമ്മ റൊസാരിയോ തന്റെ അസുഖത്തിന് വേണ്ടി പെയിൻ കില്ലറായി ഉപയോഗിച്ചിരുന്ന മരുന്നുകളായിരുന്നു. സോ ഈ ഡോട്ടുകളെല്ലാം കണക്ട് ആവുമ്പോൾ അസുൻഡയുടെ അമ്മ സിറ്റിയിലുള്ള തന്റെ രണ്ടാമത്തെ വീട്ടിലേക്ക് അസുൻഡയെ കൂട്ടിക്കൊണ്ടുപോയി താൻ പെയിൻ കില്ലറായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ വലിയ അളവിൽ അസുൻഡയ്ക്ക് കൊടുത്ത് അവളെ കൊലപ്പെടുത്തുകയും ഇതിനെല്ലാം സഹായത്തിനായി തന്റെ ഭർത്താവായ അൽഫോൺസോയെയും അവൾ കൂടെ വിളിക്കുന്നു. സോ ഇവരുടെ രണ്ടുപേരുടെ പേരിലും കേസ് ഫയൽ ചെയ്ത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്നു. തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചതിനു ശേഷം അസുൻഡയുടെ അപ്പനും അമ്മയുമായ റൊസാരിയോയ്ക്കും അൽഫോൺസോയ്ക്കും കോടതി 2015 ഒക്ടോബർ മാസം 18 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കുന്നു. അസുൻഡയുടെ മരണത്തിൽ കുറ്റക്കാരായി കണ്ട് അസുൻഡയുടെ പാരന്റ്സ് ശിക്ഷിക്കപ്പെട്ടു. എന്നാൽ കൊലപാതകത്തിനുള്ള കാരണം എന്തിനാണ് അസുൻഡയെ കുട്ടികളില്ലാതെ ഒരു കപ്പിൾ ഒരു കുട്ടിയെ ദത്തെടുക്കുകയും അവളെ സ്നേഹത്തോടെ വളർത്താൻ തുടങ്ങുകയും ചെയ്യുന്നു? ഒരു ദിവസം അവളെ കൊല്ലുവാനുള്ള കാരണം എന്താണ് മോട്ടീവ് എന്ന് എല്ലാരെയും പോലെ തന്നെ അസുൻഡയുടെ പാരന്റ്സ് ആയ അൽഫോൺസോയുടെയും റൊസാരിയോയുടെയും ഡിഫൻസ് അഡ്വക്കേറ്റ്സും കോടതിയോട് ചോദിച്ചു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, വളരെ വ്യത്യസ്തവും വിയേർഡുമായ ഒരു കേസാണ് ഇതെന്ന്. അതിന്റെ കാരണമാണ് ഈ കേസിന്റെ മോട്ടീവ് അഥവാ കൊലപാതകത്തിനുള്ള കാരണം. അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ ടീം വളരെ വ്യക്തമായി കോടതിയിൽ വിശദീകരിച്ചിരുന്നു. അതുമാത്രമല്ല അസുൻഡയുടെ അമ്മയായ റൊസാരിയോ പഠിച്ചിരുന്ന സ്കൂൾ, കോളേജ്, ലോ പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ഥലത്തെ ആൾക്കാർ ഇവരുമായി എല്ലാം സംസാരിച്ച് ഇവരുടെ എല്ലാ സാക്ഷിമൊഴികളോടുകൂടെ പ്രോസിക്യൂഷൻ ടീം ഒരു തിയറി കോടതിക്ക് മുമ്പ് സമർപ്പിച്ചിരുന്നു. ആ തിയറി ഇതായിരുന്നു: അസുൻഡയുടെ അമ്മ മറ്റുള്ളവരോട് നന്നായി പെരുമാറിയിരുന്നുവെങ്കിലും നന്നായി സംസാരിച്ചിരുന്നുവെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അസൂയപ്പെടുന്ന ഒരു സ്വഭാവം റൊസാരിയോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. റൊസാരിയും അൽഫോൺസോയും അസുൻഡയെ ദത്തെടുത്ത നാളുകളിൽ വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു പോയിരുന്നത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം റൊസാരിയോ അസുഖബാധിതയെ കിടപ്പിലായപ്പോൾ ഓരോ നാൾ കഴിയും തോറും തന്റെ അസുഖം വഷളായി വരികയും തനിക്ക് സമ്പത്തും എല്ലാം ഉണ്ടായിട്ടും അത് മര്യാദക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതിനാൽ വളരെ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു റൊസാരിയോയ്ക്ക്. ഏകദേശം ഈ സമയങ്ങളിൽ തന്നെ റൊസാരിയോയ്ക്ക് തന്റെ പാരന്റ്സിനെ നഷ്ടപ്പെടുകയും താൻ അസുഖബാധിതയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ തനിക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്ന ആ വ്യക്തി തന്നെ ഹോസ്പിറ്റലിൽ കാണുവാനോ ഒന്നും വരാതിരുന്നതും റൊസാരിയോയ്ക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കി. താൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സന്തോഷവും അനുഭവിക്കാൻ പറ്റാതെ ജീവിക്കുമ്പോൾ എവിടെ നിന്നോ താൻ ദത്തെടുത്തു കൊണ്ടുവന്ന അസുൻഡ തന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷത്തോടെ അനുഭവിക്കുന്നത് റൊസാരിയോയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അസുൻഡയോട് റൊസാരിയോയ്ക്ക് ഈ അസൂയ വളർന്നു വരികയും തനിക്കോ തന്റെ ഭർത്താവിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എവിടെ നിന്നോ വന്ന ഒരു കുട്ടി ആരുടെയോ കുട്ടിക്ക് തന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും കിട്ടുമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അതിനാൽ പതിയെ പതിയെ അസുൻഡയോട് അധികം സംസാരിക്കാതെയും അസുൻഡയോട് സമയം ചെലവഴിക്കാതെയും ഇരിക്കുവാൻ തുടങ്ങി റൊസാരിയോ. ഈ അസൂയ വളർന്നാണ് ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം തന്റെ മകളായ അസുൻഡയെ കൊല്ലുവാനായിട്ട് അവളുടെ അമ്മയായ റൊസാരിയോ തീരുമാനിക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ വിശദീകരിച്ചു. മാത്രമല്ല അസുൻഡയുടെ മരണശേഷം അസുൻഡയുടെ അമ്മയായ റൊസാരിയോയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുക തന്റെ ഭർത്താവും അസുൻഡയുടെ പിതാവുമായ അൽഫോൺസോയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. സോ അസുൻഡയെ കൊല്ലാൻ റൊസാരിയോയെ സഹായിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഈ വലിയ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കണ്ട് അസുൻഡയുടെ പിതാവായ അൽഫോൺസോയും റൊസാരിയോയെ
സഹായിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അൽഫോൻസോയും ഈ കേസിൽ ഉൾപ്പെടുന്നത് എന്ന് പ്രോസിക്യൂഷൻ ഭാഗം കോടതിയിൽ സമർത്ഥിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരു തിയറിയാണ് എന്നിരിക്കെയും അസുൻഡയുടെ പാരന്റ്സ് ആയ റൊസാരിയോയ്ക്കും അൽഫോൻസോയ്ക്കുമെതിരെയുള്ള തെളിവുകൾ ശക്തമായതിനാലും കോടതി അവരെ ശിക്ഷിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം 2020 നവംബർ മാസം അസുൻഡയുടെ അമ്മയായ റൊസാരിയോ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. റൊസാരിയോടൊപ്പം തന്നെ എന്തിന് അസുൻഡയെ ശരിക്കും കൊന്നു എന്ന സത്യവും മരണപ്പെട്ടു. ഇനിയൊരു പക്ഷേ അസുൻഡയുടെ പിതാവായ അൽഫോൻസോ മനസ്സുമാറി സത്യമെല്ലാം തുറന്നു പറഞ്ഞാൽ മാത്രമേ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കൂ.